ഗോൾ മുഖത്തേക്ക് പന്തുമായി നീങ്ങുമ്പോൾ സ്വന്തം ടീമിലുള്ളവർ തന്നെ പന്ത് പിടിച്ച് തിരിച്ചടിച്ചാലോ, സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് പന്ത് തിരിച്ചുവിട്ടാലോ? CPM-ൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനെതിരായിട്ട് പാർട്ടി നടത്തുന്ന ചില നീക്കങ്ങൾ, അതിനെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെ പരാജയപ്പെടുത്തുന്ന കാഴ്ച, അല്ലെങ്കിൽ അതിന് തിരിച്ചടി നൽകുന്ന കാഴ്ചകൾ, അതാണ് നമ്മളിപ്പോൾ CPM-ൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സംഭവിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള അച്ചടക്കരാഹിത്യം, അല്ലെങ്കിൽ നടപടിക്രമങ്ങളിലെ വലിയ വീഴ്ചകൾ, അതാണിപ്പോൾ CPM-ൽ നമ്മൾ കാണുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റം, അതാണ് ഈ വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, അവരാണ് ലൈസൻസിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ആ കമ്പനിയുടെ 49% MSC എന്ന് പറയുന്ന ഒരു ആഗോള ഭീമന് കുത്തകയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അവർക്ക് വിറ്റഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇത് പണ്ടേ തുടങ്ങിയതാ. CPM അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ ചർച്ചകൾ ആരംഭിച്ചതാണ്. അതൊരു വിവാദ വിഷയമായിട്ട് വളർന്നു വന്നപ്പോൾ അതിനെ ഒന്ന് മുതലാക്കാം, അതായിരുന്നു CPM നേതൃത്വത്തിൻ്റെ ചിന്ത, അല്ലെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായ ഒരു തന്ത്രം. കേരളത്തിലെ പാർട്ടിയുടെ സ്ഥിതി എന്താ? നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോറ്റ് തരിപ്പണമായിട്ടിരിക്കുകയാണ്. വെറും 35 സീറ്റാണ് LDF-ന് കിട്ടിയത്. മൂന്നാം പിണറായി സർക്കാർ വന്നു എന്ന് പറഞ്ഞ് ഇനി പടികേറി ഇങ്ങോട്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്താൽ മതി എന്ന മട്ടിൽ പാവപ്പെട്ട അണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിരുന്നതാ. അപ്പോഴാണ് ഈ 35 സീറ്റിലേക്കുള്ളൊരു വീഴ്ച. CPM-ന് 26 ഉള്ളൂ. മന്ത്രിമാർ പലരും തോറ്റു. ജയിച്ചവരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് നിരാശയും സങ്കടവും ദേഷ്യവും ഇതൊക്കെ ഉണ്ടാവും. പരിഭ്രമവും പരക്കം പാച്ചിലും ഉണ്ടാവും. അതിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യം, ഈ പരാജയത്തിൽ ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് നേതാക്കന്മാർ തന്നെ വാദിക്കാൻ തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. അതായി ഇപ്പോൾ CPM-ൽ നടന്നത്. എല്ലാവർക്കും അറിയാം, പാർട്ടി അണികൾക്കറിയാം, ജില്ലാ കമ്മിറ്റിയിലുള്ളവർക്കറിയാം, ഏരിയ കമ്മിറ്റിയിലുള്ളവർക്കറിയാം, ഈ പരാജയത്തിൻ്റെ കാരണം പിണറായി വിജയനും അതുപോലെ തന്നെ MV ഗോവിന്ദൻ മാർക്സുമാണെന്ന്. പക്ഷെ അവർ രണ്ടുപേരും സമ്മതിക്കത്തില്ല. അങ്ങനെ റിപ്പോർട്ടുണ്ടാക്കി അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് കാണിച്ചുകൊണ്ട്. അത് പോളിറ്റ് ബ്യൂറോ അംഗീകരിക്കാൻ തയ്യാറായില്ല. നാളെ ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം അത് ചർച്ച ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. ഈ ഒരു സാഹചര്യത്തിലാണ് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുരുമ്പ്, അല്ലെങ്കിൽ ഒരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടിയത്. പിണറായി വിജയൻ പന്ത് ആദ്യമായിട്ട് ടച്ച് ചെയ്യുന്നു. അത് MV ഗോവിന്ദൻ മാർക്സിലേക്ക് പോകുന്നു. അദ്ദേഹം അത് സ്വീകരിച്ച് തോമസ് ഐസക്കിന് നൽകുന്നു. തോമസ് ഐസക്ക് P രാജീവിന് കൊടുക്കുന്നു. P രാജീവ് KK രാഗേഷിന് നൽകുന്നു. ഇങ്ങനെ ഈ ഒരു ക്രമത്തിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചതാ. അപ്പോഴെന്തുവാ സംഭവിച്ചിരിക്കുന്നത്? സ്വന്തം പാർട്ടിയിലുള്ളവർ, കണ്ണൂരിൽ നിന്നുള്ളവർ, നമ്മൾ അടിവരയിട്ട് പറയേണ്ടത് അതാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ണൂർ പാർട്ടിയാണ്. ബാക്കി എല്ലായിടത്തും പ്രവർത്തകരും അണികളൊക്കെ ഉണ്ട്. പക്ഷെ അത് നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കണ്ണൂരിൽ നിന്നുള്ളവരാണ്. മറ്റൊരാളെ ആ പദവികളിലേക്ക് കയറി ഇരിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള 2 നേതാക്കൾ, വെറും നേതാക്കളല്ല, കേന്ദ്ര കമ്മിറ്റി CC അംഗങ്ങൾ EP ജയരാജനും KK ശൈലജയും, അവരിപ്പം അതിനോട് പിടിച്ചെടുത്തിട്ട് നേരെ സ്വന്തം ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിരിക്കുക. എങ്ങനെയുണ്ട് ഈ ശക്തമായ അച്ചടക്കത്തിൻ്റെ മേൽ പ്രവർത്തിക്കുന്ന ഈ പാർട്ടിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ? അപ്പോൾ ഈ പത്മവ്യൂഹത്തിൽ നിന്ന്, ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാക്കിയ ഈ വല്ലാത്ത ഒരു ഗുരുമാലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കുതിറിച്ചാടണം. അതിനാണ് CPM ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ഓഹരി കൈമാറ്റം ഒരു വിഷയമായിട്ട് എടുത്തത്. പറഞ്ഞല്ലോ, ഇത് CPM-ന് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. CPM കഴിഞ്ഞ 10 വർഷം ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അദാനി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ചോദിച്ച പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതാ. അപ്പോൾ ഈ MSC-യുമായിട്ടുള്ള ചർച്ചയൊക്കെ LDF-ന് അറിയാമെന്നേ. അവർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ നടന്നതെന്നേ. അതുകൊണ്ടാണല്ലോ അവരുടെ പത്രം ദേശാഭിമാനി നേരത്തെ അറിഞ്ഞിട്ട് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞത്. MSC വരുന്നു, അവരിപ്പോൾ 49% ഓഹരി എടുക്കുന്നു എന്ന ആദ്യത്തെ റിപ്പോർട്ട്. ഈ MSC എന്ന് പറയുന്ന കമ്പനി വിഴിഞ്ഞത്ത് ഓഹരി എടുക്കുന്നതിനെ കുറിച്ച് വലിയ വിവാദങ്ങളാണല്ലോ CPM സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരതിന് പറയുന്ന ഒരു കാരണം എന്താ? ഇവിടെ കുത്തകവൽക്കരണം, MSC-യുടെ കുത്തകവൽക്കരണം നടക്കും. മറ്റ് കമ്പനികൾക്ക്, ഷിപ്പിംഗ് കമ്പനികൾക്ക് ഇവിടേക്ക് വരാനുള്ള അവസരം ഇല്ലാതാവും. ശരി, അങ്ങനെ സംഭവിക്കുന്ന അപകടമാണ്, വിഴിഞ്ഞത്തിന് ദോഷകരമാണ്. അതൊരു കാരണവശാലും സമ്മതിക്കാൻ പാടില്ല. പക്ഷേ ഈ ദേശാഭിമാനി നേരത്തെ ജൂൺ 5 കൊടുത്ത വാർത്തയിൽ എന്താ പറയുന്നത്? അവിടെ ഇവർ മുതൽ മുടക്കുമ്പോൾ MSC 49% ഓഹരി എടുക്കുമ്പോൾ ആ പണം ഉപയോഗിച്ച് MSC-ക്ക് മാത്രമായിട്ടൊരു ടെർമിനൽ
അവിടെ നിർമ്മിക്കുമെന്നാ. MSCക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ കപ്പലുകൾക്ക് മാത്രം അടുക്കാൻ അനുവാദം കിട്ടുന്ന ഒരു ടെർമിനൽ, MSCയുടെ ഒരു ടെർമിനൽ. ഇത് ജൂൺ 5 പറഞ്ഞതാ ദേശാഭിമാനി. അന്നെന്താ ഈ കുത്തവൽക്കരണത്തെക്കുറിച്ച് ഈ പാർട്ടിയൊന്നും പറയാതിരുന്നത്? പിന്നീട് പറഞ്ഞു രണ്ടാമത്തെ വാർത്തയിൽ, അതായത് ഇത് LDFന്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയിൽ. അതിലാണ് പറഞ്ഞ 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. അന്നൊക്കെ എന്താ മിണ്ടാതിരുന്നത്? ഇപ്പം ഞങ്ങളുടെ ഒരു പ്രശ്നത്തിലാണെന്നേ, ഞങ്ങളുടെ പ്രവർത്തകരുടെയും അംഗങ്ങളുടെയും അണികളുടെയും മുമ്പിൽ ഞങ്ങളിപ്പോൾ എക്സ്പോസ്ഡായിട്ട് അങ്ങ് നിൽക്കുക. നേതൃത്വം ഞങ്ങളാ കുഴപ്പക്കാരെന്ന് അവർ പറയുന്നു, അണികൾ പറയുന്നു. ഞങ്ങളത് സമ്മതിക്കത്തുമില്ല. ഇത് ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുക. പാർട്ടി നേതാക്കൾ തന്നെ പരസ്യമായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുക. തോൽവി സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഉണ്ടാക്കിയ റിപ്പോർട്ടിനെ കുറിച്ച്. അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തുനിന്നൊന്ന് കുതറിച്ചാടണ്ടായോ? ഒന്ന് രക്ഷപ്പെടണ്ടായോ? ഇതൊരു പദ്മവ്യൂഹം കണക്കെ ഞങ്ങളെ അങ്ങനെ വലയം ചെയ്ത് നിൽക്കുകയല്ലയോ? അപ്പോൾ ഞങ്ങൾക്കൊന്ന് മാറണം, ഒന്ന് രക്ഷപ്പെടണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ വിഴിഞ്ഞത്തെ പിടിച്ചിട്ടത്. മനസ്സിലായില്ലേ? ഓഹരി കൈമാറ്റത്തിൽ CPMന്റെ നേതാക്കളെ വലിയ ദുരൂഹതയും ഗൂഢാലോചനയും ഒക്കെയാണ് ആരോപിച്ചത്. ആദ്യം പിണറായി വിജയനും MP ഗോവിന്ദൻ മാഷുമൊക്കെ ഇത് ചൂണ്ടിക്കാട്ടി പറഞ്ഞല്ലോ, കുത്തകവൽക്കരണത്തിലേക്ക് നീങ്ങും എന്ന് പറഞ്ഞു. ബാലഗോപാൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ ഒരു വിമാനം പിടിച്ച് മംഗലാപുരത്ത് പോയെന്നും അവിടെ അദാനി കമ്പനിയുടെ പ്രതിയുമായി സംസാരിച്ചെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു നടപടിക്രമങ്ങളും കൂടാതെ ഇവിടെ ഓഹരി കൈമാറ്റം നടത്താൻ അദാനിക്ക് അനുമതി കിട്ടും, അല്ലെങ്കിൽ അനുമതി നൽകാം എന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്നുമാണ് KN ബാലഗോപാൽ പറയുന്നത്. അദ്ദേഹം ഇവിടെ ധനകാര്യ മന്ത്രിയായിരുന്ന ആളാണ്. വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡും കേരള സർക്കാരുമായിട്ടുള്ള കരാറിനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അവിടെ എല്ലാവർക്കും അറിയാവുന്ന വസ്തുത, അവിടെ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി കൂടാതെ ഓഹരി കൈമാറ്റം നടത്താൻ പറ്റത്തില്ല, നടക്കില്ല. നടപടിക്രമങ്ങൾ കൂടാതെ അവിടെ ഓഹരി കൈമാറാൻ സാധിക്കില്ല. അത് നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് KN ബാലഗോപാൽ. അദ്ദേഹം വാദിച്ചത് അങ്ങനെയാണ്. P രാജീവ് എന്താ പറഞ്ഞത്? അദ്ദേഹം കൂടുതൽ ബുദ്ധിമാനാണ്, ബാലഗോപാലിൻ്റെയൊക്കെ മുമ്പിൽ നിൽക്കും. അദ്ദേഹം പറഞ്ഞ എന്തുവാ? ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് അദാനി കമ്പനി ചർച്ചകൾ നടക്കുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുവാദം വാങ്ങണമായിരുന്നു. അങ്ങനെ കരാറിൽ പറയുന്നില്ല, അതൊക്കെ തട്ടിവിട്ടു. ഏറ്റവും ഒടുവിൽ KK രാഗേഷ്, തുറമുഖ കമ്പനിയുടെ MD ആയിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥയെ, ദിവ്യ IAS അയ്യർ, അവരെ മറ്റൊരു പദവിയിലേക്ക് മാറ്റിയതിൽ പോലും ദുരൂഹത കണ്ടെത്തി. ഒരു സർക്കാർ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നതാണ്. IAS ഉദ്യോഗസ്ഥന്മാരെ, IPSകാരെ, എന്തിന് റവന്യൂ വകുപ്പിലൊക്കെ ഈ മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് വലിയ ഇഷ്യൂ ആയിട്ട് ആര് കണ്ടെത്തി? നമ്മുടെ KK രാഗേഷ്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി. എന്തുകൊണ്ടാണ് തുറമുഖ കമ്പനിയുടെ MDയെ മാറ്റിയത്? അതിൽ ദുരൂഹതയുണ്ട്. ഈ സന്ദർഭത്തിലാണ് പാർട്ടിയിലെ 2 പ്രമുഖരായ നേതാക്കൾ, ഒരുപക്ഷെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിരുന്നുവെങ്കിൽ ഈ രണ്ടുപേരും LDF ജയിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നു. EP ജയരാജനെ പല പല കാരണങ്ങൾ പറഞ്ഞ് നേരത്തെ തന്നെ അങ്ങ് അനഭിമതനാക്കി. പിന്നീട് KK ശൈലജ, അവർക്ക് വലിയ ജനപിന്തുണ ഉള്ളതായിട്ട് വന്നു. മഗ്സാസി അവാർഡ് വരെ അവർക്ക് ഓഫർ ചെയ്തതാണ്. അതിനെയൊക്കെ പാർട്ടി വെട്ടിനിരത്തി. അങ്ങനത്തെ അവാർഡൊന്നും വാങ്ങിക്കേണ്ട എന്ന് പിണറായി വിജയൻ അങ്ങ് കടുപ്പത്തിൽ പറഞ്ഞു. പക്ഷേ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു KK ശൈലജയോട്. ഈ 2 പേരാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം സംബന്ധിച്ച് CPM നേതാക്കൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ഈ ആരോപണ ഗോപുരത്തിൻ്റെ അടിത്തറ മാന്തിയിരിക്കുന്നത്. ജയരാജൻ എന്താ പറഞ്ഞത്? സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത് CPM നേതൃത്വം വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സംബന്ധിച്ചെടുത്തിരിക്കുന്ന നിലപാടിനെ പാടെ തള്ളിക്കളയുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. ആരോപണം ഉന്നയിച്ചവർ പറയണം, തെളിയിക്കണം. അവർക്കതിന് ബാധ്യതയുണ്ട്. ഇവിടെ ഈ തുറമുഖം ഉണ്ടാവണമെന്നാണോ ഉണ്ടാവരുതെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ഈ വിവാദം അനാവശ്യമാണ്. കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറയുകയാണ്, ഈ വിവാദം അനാവശ്യമാണ്. ഈ പദ്ധതിയെ വിവാദങ്ങളിലേക്ക് വലിച്ചുഴയ്ക്കാതെ പെട്ടെന്നത് പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഉണ്ടാവേണ്ടത്. അതാണ് EP ജയരാജൻ പറയുന്നത്. ആരെങ്കിലും ഓഹരി കൈമാറ്റത്തിനെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവരത് തെളിയിക്കണം. അത് അവരുടെ ബാധ്യതയാണ്. ഇത് പറഞ്ഞില്ലേ, CPM ഇതുവരെ എടുത്തു പോന്നിരുന്ന നിലപാടുകളുടെ പാടെയുള്ള തിരസ്കരണമാണ്. ശൈലജ ടീച്ചർ എന്താ പറഞ്ഞു? അവർ KK രാഗേഷിന് നല്ല കൃത്യമായിട്ട് മറുപടി കൊടുത്തു. ചേട്ടാ, ഒരു പുതിയ മന്ത്രിസഭ ഉണ്ടാകുമ്പോൾ IAS ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് താല്പര്യമുള്ള പദവികളിലേക്ക് മാറ്റില്ലേ? ദിവ്യ IAS അയ്യർ എന്ന് പറയുന്ന തുറമുഖ കമ്പനിയുടെ MDയെ മാറ്റിയതിന് KK രാഗേഷ് എന്താ പ്രശ്നം?
ഇത് നമ്മളിടപെടേണ്ട പ്രശ്നമല്ലെന്ന് കെ ശൈലജ ടീച്ചറാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ട്രാൻസ്ഫറുകൾ വളരെ സ്വാഭാവികമാണ്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെന്തിനാണ് കെ രാഗേഷ് ഇടപെടുന്നത്? അതായത് ഇപ്പോൾ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധിപ്പിച്ച് CPM-ന്റെ നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും ഈ രണ്ട് നേതാക്കൾ ചേർന്ന് ഇല്ലാതാക്കിയിരിക്കുക. പറഞ്ഞത് നാളെ CC ചേരുകയാണ്. ഇവർ രണ്ടുപേരും പോകുമെന്ന് നമുക്കറിയില്ല. രണ്ടുപേരും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. നാളെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട്, പിന്നീട് സ്വാഭാവികമായിട്ടും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഇതുപോലെയുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ നടപടികൾ, നിലപാടുകൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ചർച്ച ചെയ്യേണ്ട രണ്ട് നേതാക്കളാണ് കേരളത്തിൽ വെച്ച് തന്നെ അതിൻ്റെ അടിത്തറ മന്തിയിരിക്കുന്നത്. സത്യത്തിൽ CPM-ന് ഇതൊന്നും പതിവില്ലാത്തതാണ് കേട്ടോ. അങ്ങനെ വായിൽ തോന്നുന്നതൊക്കെ കോതയ്ക്ക് പാട്ട എന്ന രീതി അത് പാർട്ടി സമ്മതിക്കുന്ന കാര്യമല്ല. പാർട്ടിയുടെ നിലപാടുകൾ പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. സാധാരണഗതിയിൽ സംസ്ഥാന സെക്രട്ടറിയാണത് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹം ചുമതല ഏൽപ്പിക്കുന്ന വ്യക്തികൾ. ഇതല്ലാതെ വരുന്നവരും പോകുന്നവരും ജില്ലാ സെക്രട്ടറി, സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ചോട്ടാ നേതാക്കളും ഒക്കെ പാർട്ടിയുടെ നിലപാട് ജനങ്ങളോട് പറയുന്ന, മാധ്യമങ്ങളോട് പറയുന്ന രീതിയില്ല. ഇപ്പം അതൊക്കെ മാറിയിരിക്കുക. ആർക്കും എന്തും എന്തിനെക്കുറിച്ചും എവിടെ വെച്ചും ആരോടും പറയാം. അതാണ് ഇപ്പോൾ CPM-ന്റെ സ്ഥിതി. പണ്ടൊക്കെ CPM-നെതിരായിട്ടുള്ള വാർത്തകൾ വരുമ്പോൾ ചില നേതാക്കൾ പറയുമായിരുന്നു, ഞങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല. ഈ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്നത് എന്താ, അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ മേലാത്ത അവസ്ഥയാണ്. ഈ അടുത്ത കാലത്ത് വരെ അതായിരുന്നു സ്ഥിതി. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ ഒരു പ്രശ്നത്തെപ്പറ്റി, ഒരു ഇഷ്യൂവിനെ പറ്റി എന്താണ് പറയുന്നത് എന്നറിയാൻ കേരളത്തിലെ മാധ്യമലോകവും സാധാരണ പൊതുസമൂഹവും കാത്തിരുന്ന സമയമുണ്ട്. വേണ്ടപ്പോൾ വേണ്ടതേ പറയുമായിരുന്നുള്ളൂ. ഇപ്പോഴങ്ങനെയല്ല. ആർക്കും എന്തും പറയാം. അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ വക്കാലത്തുമായിട്ട് പോകുമോ? അതല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നേതാക്കൾക്ക് ആശങ്കയൊന്നുണ്ടാവില്ല. പക്ഷേ അണികൾക്കുണ്ട്, പ്രവർത്തകർക്കുണ്ട്, അനുഭാവികൾക്കുണ്ട് ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത്. ഈ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയമുണ്ടായപ്പോൾ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ ഏറ്റുപറയാനും ആ തെറ്റ് സമ്മതിക്കാനും നേതാക്കൾക്ക് അക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വം അത് പാർട്ടി കമ്മിറ്റിയുടെ മുമ്പിൽ ഏറ്റുപറയാനും അതനുസരിച്ച് തിരുത്തൽ നടപടികളിലേക്ക് നീങ്ങാനും സാധിച്ചില്ല എന്നുള്ളതാണ്. അവർ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ നോക്കുക. വിഴിഞ്ഞ സംഭവമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് എടുത്ത് വെച്ചിട്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി CPM എന്ന് പറയുന്ന സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അതുവഴി മറയിടാമെന്നാണ് ശ്രമിക്കുന്നത്. അത് കേരളം പോലൊരു സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നില്ല. CPM-ന്റെ നേതാക്കൾ അതാണ് മനസ്സിലാക്കേണ്ടത്.